പണ്ട് മുതലേ ഏത് നാട്ടിൽ പോയാലും ഞാനവിടെ വിശ്വാസികളുടെ ഒരു സമൂഹത്തെ ഞാൻ അന്വേഷിക്കാറുണ്ട്. കാര്യം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം ബൈബിൾ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. വിശ്വാസം എന്നുള്ളത് വചനത്തിൻ്റെ കേൾവിയാലാണ് വരുന്നത്. വചനത്തിൻ്റെ വായന എന്നുള്ളതല്ല, വചനത്തിൻ്റെ കേൾവിയാൽ. അപ്പം അതാരെങ്കിലും പറയുക ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും വായിക്കുന്നു, നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട്. വായനയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ വായന മാത്രമായിരുന്നു ഇമ്പോർട്ടൻ്റ് എങ്കിൽ കർത്താവ് എപ്പോഴും ശിഷ്യന്മാരിൽ ഒരു സ്ക്രൈബിനെങ്കിലും വെച്ചാൽ, ആ സ്ക്രൈബ്സ് എന്നുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ എഴുതി, അന്ന് തിരുവെഴുത്തുകൾ അവർ കോപ്പി ചെയ്ത് എഴുതി എന്നിട്ട് അതിൽ നിന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ നിന്ന് ഒരാളെ പോലും കർത്താവ് ചൂസ് ചെയ്യുന്നില്ല. കൂടുതലും എഴുതാനും വായിക്കാനും അറിയാത്തവർ, പറഞ്ഞാൽ കേൾക്കുന്നവർ, അനുസരിക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ട്രെയിൻ ചെയ്യുന്നതൊക്കെ. അപ്പം എവിടെ പോയാലും അങ്ങനെ ഒരു വിശ്വാസികളുടെ സമൂഹം, അതായത് വചനം കേൾക്കുന്നു, അത് അനുസരിക്കുന്നു, അതിൻ്റെ ആ ഒരു ലോകത്തെ അതിജീവിക്കുന്ന ആ ഒരു വിശ്വാസവും ആത്മവിശ്വാസം മാത്രമല്ല, വചനപ്രകാരമുള്ള ആത്മീയതയിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം. അപ്പം അതിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ തിരയാറുണ്ട്. അപ്പം ആ കൂട്ടായ്മകളിൽ ഞാൻ പോകാറുണ്ട്, അവിടെ പഠിപ്പിക്കുന്നത് കേൾക്കാറുണ്ട്. അത് കേൾക്കുന്നത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ ഞാൻ പോകാറുണ്ട്. ഇപ്പം പണ്ട് ഞാൻ ഒരിടത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളെല്ലാം തന്നെ ബാൻഡാണ്. ഇപ്പം അതൊക്കെ മാറി, നാട്ടിലതൊക്കെ മാറി. പക്ഷെ അന്ന് അത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കൂട്ടായ്മകളില്ല, പള്ളികളില്ല. അപ്പം ഒരു പ്രാവശ്യം അന്ന് ഈ മുടിയൊക്കെ ഉള്ള സമയം, അപ്പം ഞാൻ ഇങ്ങനെയുള്ള നാടുകളിൽ പോകുമ്പം ഈ ഫിലിപ്പീനോ ബാർബർ ഷോപ്പിൽ പോകാറുണ്ട്. അപ്പം എൻ്റെ മുടി പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് തീരെ അനുസരണമില്ലാത്ത മുടിയാണ്. അപ്പം പക്ഷെ ഇവര് ഈ ഫിലിപ്പീനോ ബാബേഴ്സ് അവർ നല്ലതായിട്ട് അത് വെട്ടിത്തരും. ബാക്കി എവിടെ പോയാലും ആ ഒരു ഇച്ചിരി പ്രീമിയമാണ്, പക്ഷെ അവർ നല്ലതായിട്ട് ലുക്ക് തന്നെ മാറ്റുന്ന രീതിയിൽ അവർ നല്ലതായിട്ട് വെട്ടിത്തരും. അപ്പം ഞാൻ അങ്ങനെയുള്ളടത്ത് പോകാറുണ്ടായിരുന്നു അന്ന്. ഒരു പ്രാവശ്യം ഈ സ്ഥലത്ത് പോയപ്പോൾ നല്ല ഒരു CD അവിടെ പ്ലേ ചെയ്യുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇത് ബാൻഡായിട്ടുള്ളൊരു സ്ഥലം, പക്ഷെ അവിടെ നല്ലൊരു ക്രിസ്ത്യൻ സോങ് പ്ലേ ചെയ്യുന്നു. അപ്പം ഞാൻ ഈ ഫിലിപ്പിനോ ബാർബറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ആര് പാടുന്നത്? അപ്പം പുള്ളി ആ CD എടുത്ത് തന്നെ കാണിച്ചു. അപ്പം അതൊരു കോപ്പി CD, അവിടെ അങ്ങനെ CD ഒന്നും കിട്ടാനോ ഒന്നും മാർഗമില്ല. പക്ഷെ എവിടുന്നോ പുള്ളി ഒപ്പിച്ചു. അപ്പം അത് ഡോൺ മോയൻ്റെ ഗോഡ് വിത്ത് അസ് എന്നുള്ളൊരു ആൽബമാണ്. അപ്പം ഡോൺ മോയൻ എനിക്കൊന്ന് ലൈവായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ പെർഫോം ചെയ്തപ്പോഴത്തേക്ക് പുള്ളിയുടെ മിനിസ്ട്രി, മ്യൂസിക് മിനിസ്ട്രി. അപ്പം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്, വളരെ എൻകറേജിങ് ആയിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്. ഭയങ്കരമായിട്ട് അതെന്നെ എൻ്റെ ലൈഫിൽ എൻകറേജ് ചെയ്തിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്. അപ്പം അന്ന് പക്ഷെ ഞാൻ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഈ പുള്ളി അത് പറഞ്ഞു, ഇന്നേരാണ് ഇങ്ങനൊരു ആൽബമാണ്. അപ്പം അതൊരു വീഡിയോ ആൽബം ഇടും. അപ്പം പുള്ളി അന്നേരം തന്നെ അത് എൻ്റെ ലിങ്കിൽ തന്നു. ഓർക്കണം, അത് ബാൻഡായിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് ഈ പുള്ളിയെ ആദ്യമായിട്ട് ഞാൻ കാണുന്നു പോലും. പക്ഷെ പുള്ളി എനിക്കത് തരികയും ചെയ്തു. എന്നിട്ട് അവരുടെ ഫെലോഷിപ്പിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ആ ദിവസം അവിടെ പോയപ്പോഴത്തേക്ക് അഗെയിൻ ഇത് അവിടെ അലൗഡ് അല്ല. ഇത് ഒരു വീടിൻ്റെ അകത്തൂടെയൊക്കെ പോയി കുറച്ച് ഏതോ ഒരു വീടിൻ്റെ ഏതോ അകത്തൊരു ഹാളിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ദൈവത്തെ വേർഷിപ്പ് ചെയ്യാനായിട്ടൊക്കെ അവർ ഒരുക്കിയേക്കുന്നു. അവർ കുറേ പേര് അവിടെ നിറഞ്ഞ് ആ മുറി നിറച്ച ആൾക്കാരുണ്ട്. അപ്പം എന്നാൽ ആ ബാക്കിയുള്ള മുറികൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സഹിക്കാൻ പറ്റാത്ത മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ
ആ അവസ്ഥയിൽ പോലും അവർ ആ വേർഷിപ്പ് സ്ഥലം എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് പൂക്കളും കാര്യങ്ങളും എല്ലാം വെച്ച് ഇപ്പം അവരുടെ ലാംഗ്വേജിലാണ് നടന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒന്നും മനസ്സിലായില്ലെങ്കിലും അവരുടെ ആ സിൻസിയറിറ്റി എന്നുള്ളത്, അത്രയും എതിർപ്പുകളുള്ളിടത്തും ഇവർ അങ്ങനെ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെ ഒന്നുമല്ല. അവരുടെ ജോലി വരെ പോകാം, അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ, ചിലപ്പോൾ അവരെ ജയിലിലിടാം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം, അതിലാണ് അവരുടെ ജീവൻ്റെ ഉറവിടം ക്രിസ്തുവിനാണെന്നുള്ളത്. ആ സ്ഥലത്താണെങ്കിൽ പോലും അവരതിനായിട്ട് സമയം കണ്ടെത്തുകയും ഒരുക്കുകയും ഒക്കെ ചെയ്തത് വളരെ വളരെ എനിക്ക് ഇൻസ്പയറിംഗ് ആയിരുന്നു. പിന്നീട് ഈ CD എൻ്റെ കയ്യിൽ തന്നല്ലോ, അത് ഞാൻ പലരെ അത് കേൾപ്പിക്കുമായിരുന്നു. അപ്പം അത് അന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ യൂട്യൂബോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. TV ഒക്കെ ഉണ്ട്, ചാനൽസ് ഒന്നും അധികം ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള CD എന്ന് പറയുന്നത് അന്ന് പലർക്കും അതൊരു ബ്ലെസ്സിങ് ആണ്. വളരെ എൻകറേജിങ് ആയിട്ടുള്ള വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള വചനപ്രകാരമുള്ള പാട്ടുകളാകുമ്പോഴത്തേക്ക്, നിങ്ങൾ ഞങ്ങളുടെ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പണ്ട് മുതൽ ഞങ്ങളൊരു മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്, കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരിക്കുമ്പോഴേ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അന്നാണെങ്കിലും വചനപ്രകാരം ഞങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുള്ള പാട്ടുകൾ, അത് മറ്റുള്ളവർക്കും അത് കിട്ടണം, അങ്ങനെ ജസ്റ്റ് മൊബൈലിൽ തുടങ്ങിയത്. അന്ന് മേഘയൊന്നും അങ്ങനെ പിയാനോ പഠിച്ചു വരുന്നേ ഉള്ളതുകൊണ്ട് പക്ഷെ അത് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എത്രയും ഞങ്ങൾക്ക് പറ്റുന്നതിൻ്റെ പരമാവധി എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ അത് ഈ ഒരു മിനിസ്ട്രി അതിനൊരു പവർ ഉണ്ട്, അത് ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ പറ്റും, അവരെ ബ്ലെസ് ചെയ്യാൻ പറ്റും, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം ഈ പാട്ടുകൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ തുടങ്ങി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ബിസിനസ് പ്ലാനുമായിട്ടൊക്കെ ഇറങ്ങുകയാണ്. അപ്പം അത് വിശ്വാസത്തിൻ്റെ പുറത്ത് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. എനിക്കങ്ങനെ വലിയ റിസോഴ്സസോ സപ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു വിശ്വാസമാണ്, എനിക്കറിയാതെ അതാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള അറിയാം, പക്ഷെ എങ്ങനെ എന്തോന്നും അറിയത്തില്ല. പക്ഷെ ഒരു വലിയ ചുവട് വെക്കുവാണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഡോൺ മോഹൻ്റെ വേറൊരു ആൽബം, അപ്പോൾ അതിൽ ബി സ്ട്രോങ് ആൻഡ് ഹാവ് ഗുഡ് കറേജ്, ഡു നോട്ട് ഫിയർ നോ ബി ഡിസ്മേഡ്, ഇത് ജോഷുവ 1 ഉള്ള വാക്യങ്ങളാണ്. അപ്പം ആ പാട്ട് എല്ലാ ദിവസവും ഞാൻ പലരെയും കാണണം, പല ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, പലരുമായിട്ട് ബിസിനസ് ആണെങ്കിലും അത് പിച്ച് ചെയ്യാനുണ്ട്. അപ്പം ഇതെല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അത് കേട്ട് അതിൻ്റെ കൂടെ പാടുകയും അത് ഉള്ളിൽ നിന്ന് തന്നെ തട്ടി പാടുകയും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയും വളരെ വളരെ ബ്ലെസ്ഡ് ആയിരുന്നു. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അന്ന് അറിയത്തില്ല, വചനത്തെ പറ്റിയാണെങ്കിലും ഒന്നും അറിയത്തില്ല. ഈ വേഴ്സസ് എന്ന് പറയുന്നു, ജോഷുവ 1 എന്ന് പറയുന്നത് പവർഫുൾ വേഴ്സാണ്. പക്ഷെ അത് പറഞ്ഞേക്കുന്ന ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജോഷുവ ലീഡർഷിപ്പിലോട്ട് വരുവാണ്. മോസസിന് പകരം ജോഷുവ അടുത്ത ലീഡറാണ്. അപ്പം ദൈവം പറയുന്ന ചില കൽപ്പനകൾ, ഭയപ്പെടരുത്, ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എന്ന്, ഐ ആം നോട്ട് ഐ കമാൻഡഡ് യു, ഒരു കൽപ്പന. ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ദൈവമക്കൾക്കുള്ളൊരു കൽപ്പന, ഭയപ്പെടരുത്, വിശ്വസിക്കാൻ മാത്രം ചെയ്യാന്നൊക്കെ പറയുന്ന ദൈവം എന്ത് പറയുന്നു, അത് കൽപ്പന. നമ്മൾ കർത്താവേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് രാജാവിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പോൾ രാജാവിൻ്റെ കൽപ്പന, ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ ഇമോഷൻസും കൂടെ അതിനനുസരിച്ച് നമ്മൾ ഹൃദയപൂർവ്വം നമ്മൾ അതനുസരിക്കുക എന്നുള്ളത്. അപ്പം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ എന്ന് യോശുവയോട് പറയുന്നു. അഗെയിൻ യോശുവ അന്നേരം ലീഡർഷിപ്പിലോട്ട് പോവാം. അപ്പം അതിനും 40 വർഷം മുമ്പേ തൊട്ട് യോശുവ മോശയെ സെർവ് ചെയ്യുകയാണ്. യോശുവ ഒരു ലീഡറാണ്, അവരുടെ ട്രൈബിലെ ഒരു ലീഡറാണ്. എന്നിട്ട് പോലും അത്രയും വർഷവും 40 വർഷവും ശരിക്കും മോസസിനെ സെർവ് ചെയ്യുന്നൊരു സെർവൻ്റ് പോലെ, ലീഡറായിട്ടും അതുപോലെ ഹംബിളായിട്ട് സെർവ് ചെയ്യുന്ന ഒരാൾ. എന്നാൽ ഹി വാസ് പ്രൂവൻ ടു ബി ഫെയ്ത്ത്ഫുൾ ഓൾസോ. 12 സ്പൈസിനെയൊക്കെ അയക്കുമ്പോഴത്തേക്ക് അതിൽ 2 പേർ, യോശുവയും കാലബുമാണ് തിരിച്ചു വന്നിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ എതിരാളികൾ ഒന്നുമല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് നമ്മളെ എതിർക്കാൻ പറ്റും, നമുക്കത് ദൈവം തന്നേക്കുന്ന സ്ഥലമാണെന്നൊക്കെ വിശ്വാസത്തോട് ദൈവത്തെ വിശ്വസിച്ച് അങ്ങനെ പറഞ്ഞ ഒരാളാണ് യോശുവ. അഗെയിൻ മോശയ്ക്ക് മക്കളുണ്ട്, വേറെ ആമക്കളും ഒക്കെ ഉണ്ട്. മോശ മരിച്ചു കഴിഞ്ഞിട്ട് അവരിൽ നിന്നല്ല തിരഞ്ഞെടുപ്പ് വരുന്നത്,
ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വിശ്വസ്തനായിട്ട് ദൈവത്തിൻ്റെ ലീഡറിനെയാണ്, ദൈവം തിരഞ്ഞെടുത്ത ലീഡറിനെയാണ് പൂർണ്ണമായിട്ട് അനുസരിക്കുകയും സെർവ് ചെയ്യുകയും ചെയ്ത ഒരാൾ. അത് 40 വർഷം സെർവ് ചെയ്ത് 80 വയസ്സ് എന്തായാലും മിനിമം കാണും, ചിലപ്പോൾ 90 വയസ്സ് കാണും. ആ 90 വയസ്സുള്ള ഒരാളോട് പറയുന്ന കാര്യങ്ങളാണ് യോശുവ 1 പറയുന്നത്. അപ്പം അവിടെയാണെങ്കിൽ പോലും ഈസ് ഗോയിങ് ടു ആക്ച്വലി ലീഡ് ഇത്രയും 12 ട്രൈബ്സിനെയും ലീഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് സോൾജേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ലീഡ് ചെയ്ത് അവർക്കെല്ലാം തന്നെ അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് ദൈവം മോശ കഴിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ലീഡറാണ്. അപ്പം അവിടെ പറയുന്നു, ഹാവ് നോട്ട് ഐ കമാൻഡഡ് യു ഫിയർ നോട്ട് ബിക്കോസ് ഐ ആം വിത്ത് യു വെയറെവർ യു ഗോ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഞാൻ നിൻ്റെ കൂടെ എവിടെയോ ഉണ്ട്, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുക, നീ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്. അഗെയിൻ, എന്തിനാ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മളോട് അങ്ങനെ പറയേണ്ട കാര്യമുണ്ട്? കാര്യം ദൈവം ആത്മാവാണ്, നമ്മളത് വിശ്വസിക്കുക എന്നുള്ളത്. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും അതിനെപ്പറ്റി അക്നോളജ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഭൗതികമായിട്ടുള്ള കണ്ണുകളും കാതുകളും അത് കാണുന്നതും കേൾക്കുന്നതും എപ്പോഴും സൈറ്റൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അവിടെ വിശ്വാസത്തിന് പകരം അവിശ്വാസവും ഭയവും എല്ലാം ഉണ്ടാവും. അവിടെ ദൈവം കൽപ്പിക്കുക, നീ ഭയപ്പെടരുത്. അതുപോലെ തന്നെ പറയുന്നു, ഈ വചനം ഇടവിടാതെ ധ്യാനിക്കുകയും അതനുസരിക്കുകയും അത് രാപ്പകൽ ധ്യാനിക്കുകയും ദിസ് ബുക്ക് ഓഫ് ദ ലോ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഔട്ട് ഓഫ് യുവർ മൗത്ത്. എൻ്റെ വായിൽ നിന്ന് ഇത് മാറിപ്പോരുത്, ഈ വചനം മാറിപ്പോരുത്. ആൻഡ് ഓൺ ദിസ് ബുക്ക് ഷാൽ യു മെഡിറ്റേറ്റ് ഡേ ആൻഡ് നൈറ്റ്. നീ രാവും പകലും ഇത് ധ്യാനിക്കണം. സോ യു ഷാൽ ഒബ്സർവ് ടു ഡു ഓൾ ദാറ്റ് which is commanded there. അതിൽ കൽപ്പിച്ചിട്ടുള്ളതൊക്കെ അതിൽ കൽപ്പിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് ഏതെങ്കിലും കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും അതിലേതെങ്കിലും നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതല്ല. എല്ലാ വചനവും തിരുവെഴുത്ത് എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു വചനത്തിൻ്റെ കേൾവി എന്നൊക്കെ പറയുന്ന ആ വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തെ അതിജീവിക്കുന്ന ശക്തിയാണ്. ഒരു പാട്ടിലൂടെ പോലും എനിക്കൊന്നും അറിയാവുന്ന സമയത്ത് പോലും ആ പാട്ടുകൾ എന്ന് പറയുന്നത് അത് വചനപ്രകാരമുള്ള പാട്ടുകൾ എന്നെ ശക്തീകരിച്ചിട്ടുണ്ട്, എന്നെ പല സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാൻ എല്ലാം സഹായിച്ചിട്ടുണ്ട്. ഈ ബാർബറിൻ്റെ ഫാമിലിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും അവർ എന്തുകൊണ്ട് എന്ത് തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എന്ത് എതിർപ്പുകളുണ്ടെന്ന് പറഞ്ഞാലും അവരെന്തിനാ ആ ആരാധനയും വചനവും ആ വചനം ദൈവത്തെ സ്നേഹിക്കുക മാത്രമല്ല, അവർ മനുഷ്യരെയും എന്നെയും അവർ സ്നേഹിക്കുകയാണ്. എനിക്കും അവർക്ക് കിട്ടുന്ന ആ ശക്തി എന്നുള്ളത് അവർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ദൈവത്തെയും സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ ജനത്തെ അല്ലെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുകയും അവരും ഈ സ്നേഹം അറിയണം, അവരും ഈ പവർ അറിയണം എന്നുള്ള ആ സെൽഫ്ലെസ് ആയിട്ടുള്ള സ്നേഹം. അഗെയിൻ കമ്മിങ് ബാക്ക് ടു ജോഷുവ, ഈ വചനം ഇടപെടാതെ ധ്യാനിക്കുകയും അത് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുകയും ചെയ്യും. അന്നേരം യു ഷാൽ മേക്ക് യുവർ വേ പ്രോസ്പെറസ്. യു ഷാൽ മേക്ക് യുവർ വേ പ്രോസ്പെറസ്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഗോഡ് ഇസ് മേക്കിംഗ് യുവർ വേ പ്രോസ്പെറസ്. യു ഷാൽ മേക്ക് യുവർ വേ പ്രോസ്പെറസ് ആൻഡ് ദെൻ യു ഷാൽ ഹാവ് ഗുഡ് സക്സസ്. അഗെയിൻ ഇതാരോടാ പറയുന്നത്? പലപ്പോഴും ആൾക്കാർ ആ വചനം മാത്രം എടുക്കും. ഞാനിപ്പോൾ ഈ പാട്ട് പറഞ്ഞിട്ട് ആ പാട്ട് മാത്രം കേട്ടുകൊണ്ട് പോകും. അന്നാണെങ്കിലും കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ പഠിക്കുന്നത് അനുസരിക്കാനും ദൈവം ആ ഒരു താല്പര്യം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നും ആ രീതിയിൽ തന്നെ പോകും. എനിക്കെല്ലാം അറിയാവുന്നുള്ളതല്ല, കൂടുതൽ അറിയുമ്പോൾ അതിനനുസരിച്ച് മാനസാന്തരപ്പെടാനാണെങ്കിലും അനുസരിക്കാനാണെങ്കിലും ആ പറയുമ്പോൾ തന്നെ അത് കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ദൈവം പറഞ്ഞതാണോ അതനുസരിക്കേണ്ടതാണ്. അപ്പം ആ ഒരു കാര്യം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പം എല്ലാം അറിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതല്ല. എല്ലാം അറിഞ്ഞപ്പോഴത്തേക്ക് ദൈവം എല്ലാ വഴികളും ശരിയാക്കി തരും, അങ്ങനെയല്ല. എനിക്കറിയാതിരുന്നപ്പോഴും എനിക്കറിയണമെന്നുള്ള ആഗ്രഹം, ആ അറിയുന്നതെല്ലാം തന്നെ അനുസരിക്കണമെന്നുള്ള ആഗ്രഹം അവിടെ വന്നപ്പോഴത്തേക്ക് ജോഷുവയ്ക്ക് 40 വർഷത്തെ ആ സെർവ് ചെയ്തുള്ള പരിചയം, അത് കഴിഞ്ഞിട്ട് ലീഡർഷിപ്പിൽ വന്നപ്പം പറഞ്ഞ വചനങ്ങൾ, ആ വചനങ്ങൾ എനിക്കൊരു തുടക്കക്കാരനായിരിക്കുമ്പോഴും പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ചപ്പോഴത്തേക്ക്, പൂർണ്ണമായിട്ട് അതിലാശ്രയിച്ചപ്പോഴത്തേക്ക് അവിടെ ദൈവം എനിക്ക് വചനം ഞാൻ പോകുന്നിടത്താണെങ്കിലും ഒരു സാധ്യതയില്ലാത്തടത്താണെങ്കിലും അതെനിക്ക് പറഞ്ഞു തരികയും എന്നെ ലീഡ് ചെയ്യുകയും അതിനായിട്ട് ആൾക്കാരെ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഒത്തിരി
ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവത്തെ അറിയാൻ ശ്രമിക്കുക, സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് അറിഞ്ഞ് അതനുസരിക്കുവാനും പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കാനും ദൈവം നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ, കർത്താവിനോട് നമുക്ക് തന്ന എല്ലാം തന്നെ അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അത് ദൈവത്തെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ജീവിക്കാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.